തിരുവനന്തപുരത്തേക്കാണ്. അവിടെ ആറ്റിങ്ങൽ വഞ്ചിയൂർ കോടതികളിൽ ബോംബ് ഭീഷണി. ജീവനക്കാരെ പുറത്തിറക്കി പോലീസ് പരിശോധന നടത്തുന്നു. വിവരങ്ങളുമായി ശ്രീകാന്താണ് ചേരുന്നത്. ശ്രീകാന്ത്, നേരത്തെ വഞ്ചിയൂർ കോടതിയിലാണ് ആദ്യം ബോംബ് ഭീഷണി ഉണ്ടായതിന് പിന്നാലെ ഇപ്പോൾ ആറ്റിങ്ങലിലും ബോംബ് ഭീഷണി എന്ന വിവരം വരുന്നു. ഇപ്പോൾ അവിടെ നടക്കുന്ന പരിശോധന ഏത് രീതിയിലാണ്? വിവരങ്ങൾ പറയൂ. അല്പസമയം മുമ്പാണ് വഞ്ചിയൂർ കോടതിയിൽ ഇത്തരത്തിൽ ബോംബ് ഭീഷണി വന്നത്. അവിടേക്ക് മെയിൽ മുഖേനയാണ് ഭീഷണി എത്തിയത്. തൊട്ടു പിന്നാലെ ഇപ്പോൾ ആറ്റിങ്ങൽ കോടതിയിലും സമാനമായ ഭീഷണി വന്നിരിക്കുന്നു. രണ്ടിടത്തും പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡ് കൂടി ആറ്റിങ്ങിലേക്ക് എത്തുന്നുണ്ട്. ഇവിടെ പരിശോധന ഈ രണ്ടിടങ്ങളിലും പോലീസിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ഉണ്ടായിരുന്ന ജീവനക്കാരെ എല്ലാം തന്നെ പുറത്തിറക്കിയത്. ഇപ്പോൾ കോടതി വിടുന്ന സമയമൊക്കെ കഴിഞ്ഞു. അതിനാൽ തന്നെ ആ ഒരു പ്രശ്നവുമില്ല. പരിശോധനകൾ എന്തായാലും തുടരുകയാണ്. ഇതൊരു വ്യാജ ഭീഷണി സന്ദേശമാണ് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഒരു മാസം മുമ്പ് ഈ നമ്മുടെ കളക്ടറേറ്റുകളിലൊക്കെ തന്നെ സമാനമായ വ്യാജ ഭീഷണി സന്ദേശം വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ തന്നെ വന്നിരുന്നു. ഏതാണ്ട് അതിന് സമാനമായ രീതിയിലാണ് ഈ മെയിൽ സന്ദേശം വന്നത്. പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. കാര്യമായൊന്നും കണ്ടെത്തിയിട്ടില്ല. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. വഞ്ചിയൂരിന് പിന്നാലെ ഇപ്പോൾ ആറ്റിങ്ങൽ കോടതിയിലും ബോംബ് ഭീഷണി എന്നുള്ള വിവരം ലഭ്യമാവുന്നുണ്ട്. എന്തായാലും വ്യാജ ബോംബ് ഭീഷണിയാണെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും അവിടെ പരിശോധന പുരോഗമിക്കുകയാണ്.